വൃത്തികെട്ട ഒരു സംഘമാണ് അവര്. നിങ്ങൾ എങ്ങനെയാണ് അവർക്ക് വോട്ട് ചെയ്യാന്നാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ പൊളിറ്റിക്സ് ഏതായാലും അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. പ്രിയ സുഹൃത്തുക്കൾ, ഇന്നത്തെ ചർച്ച കാഫിർ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. കേരളത്തിൽ കാഫിർ എന്ന വിഷയം വളരെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു വിഷയമാണല്ലോ. കേരളത്തിൻ്റെ വൈകാരിക സാംസ്കാരിക ഊഷര ഭൂമിയിൽ എല്ലാ തലത്തിലും ഈ ചർച്ച വളരെ ശക്തമാണ്. കാഫിർ എന്ന പ്രയോഗത്തിൻ്റെ ഏറ്റവും സമകാലിക യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈർഷ്യയുള്ള വാക്കാണ്. സംഘപരിവാറിന് RSSന് ഉൾക്കൊള്ളാനാകാത്ത ഒരു വാക്കാണ് കാഫിർ എന്നുള്ളത്. കാരണം സംഘപരിവാർ നേതാക്കൾ ഏത് അർത്ഥത്തിലാണ് വൈകാരികമായി ഈ സമൂഹത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഉദാഹരണമായി അവരുടെ വീഡിയോസുകൾ, അവരുടെ ആ വിഷയത്തിലെ ചർച്ചകൾ ശ്രദ്ധിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അത് 2024 തിരഞ്ഞെടുപ്പ് രംഗത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരമായ സാഹചര്യം. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം കൊഴുപ്പേകിയ ചർച്ച ഇതിൽ രൂപപ്പെട്ടത്. കാഫിർ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ മുഴുവൻ അപമാനിക്കുന്നതാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ പതിറ്റാണ്ടുകൾക്ക് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഘപരിവാർ ഈ കേരളത്തിലും രൂപപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അലയൊലികൾ ഇത്ര ഗൗരവമായിരുന്നില്ല. കാരണം അത് സംഘപരിവാർ അവരുടെ വെറുപ്പിന്റെ ഭാഗമായി ഓരോ പദങ്ങളെയും പദാനുപദങ്ങളിലേക്ക് തർജ്ജമകൾ ഇറക്കിക്കൊണ്ട് അവർ ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, ഛിദ്രതയുണ്ടാക്കാൻ, വെറുപ്പുണ്ടാക്കാൻ, അകൽച്ചയുണ്ടാക്കാൻ, വർഗീയതയുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ന് ഏവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് ആ മാർജിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ശൈലജ ടീച്ചറെ പോലെ ഒരാൾ മത്സര രംഗത്ത് വരുമ്പോൾ കാഫറാണ്, വോട്ട് ചെയ്യരുത് എന്ന് പറയുന്നൊരു രീതി ആർക്കെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ അതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കാഫർ എന്നുള്ള ഒരു പ്രശ്നം വളരെ സങ്കീർണമായി കേരളം ചർച്ച ചെയ്യപ്പെട്ടു. എന്താണ് കാഫർ? കാഫർ എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ രംഗത്ത് എന്താണ് അതിൻ്റെ പ്രസക്തി? അത് വർഗീയമായ വിഭജനത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുന്നത്. കാഫർ എന്നുള്ള പ്രയോഗം അത് കേരളത്തിൽ വരുത്തിയിട്ടുള്ള അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം എന്താണ്? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സാഹിത്യ മേഖലയിലെ ആളുകൾ അതിലെ പങ്കാളിത്തം നിർവഹിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള അധ്യാപക സംഘടനകൾ, സാംസ്കാരിക മേഖലയിലെ ആളുകൾ, സാമൂഹിക മേഖലയിലെ ആളുകൾ, രാഷ്ട്രീയ രംഗത്തെ ആളുകൾ പച്ചയായി അത് ധാരാളമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഈ കാഫിർ പ്രയോഗത്തെ തൊട്ട് മുമ്പ് സംഘപരിവാർ ഈ രാജ്യത്ത് ഉന്നയിച്ചിരുന്ന ആ വിഷയം ഇന്ന് CPM ഉന്നയിക്കുമ്പോൾ അത് കൂടുതൽ തിളക്കമുള്ള സത്യമായി സംഘപരിവാർ പറയുന്ന സത്യത്തെ CPM അംഗീകരിച്ചു. RSS 1000 തിളക്കമുള്ള സത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്ന ബോധ്യം യഥാർത്ഥത്തിൽ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ ഇടകളിൽ, ഹിന്ദു എന്ന് വിവക്ഷിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ മുഴുവൻ ഇടയിൽ ഉണ്ടാക്കി. അതിൻ്റെ ഗുണഫലം കേരളത്തിലാകെ ലഭിച്ചത് BJPയുടെ വോട്ടിംഗ് ഷെയർ പരിശോധിച്ചാൽ മനസ്സിലാവും. ഓരോ മണ്ഡലത്തിലും, ആലപ്പുഴയാകട്ടെ, തിരുവനന്തപുരമാകട്ടെ, കൊല്ലമാകട്ടെ, പത്തനംതിട്ടയാകട്ടെ, ആറ്റിങ്ങലാകട്ടെ, കേരളത്തിലെ ഓരോ ജില്ലകളിലെയും ഓരോ ലോക്സഭാ മണ്ഡലങ്ങളും പരിശോധിച്ചാൽ ഈ കാഫിർ പ്രയോഗത്തിൻ്റെ ഗുണഭോക്താക്കൾ സംഘപരിവാറും BJPയുമാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാവും. കാഫിർ എന്ന പ്രയോഗം സംഘപരിവാറിന് ചെയ്യാൻ സാധിക്കും, പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ ഇന്ത്യയിൽ ചെയ്യാൻ സാധിക്കൂ. മാത്രമല്ല അത്തരം പ്രയോഗങ്ങൾ ധാരാളം ചെയ്തുകൊണ്ട് നടപ്പിൽ വരുത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമെന്നുള്ള ഉദാഹരണങ്ങൾ ഒന്നിനൊന്ന് തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് കേരളത്തിൽ. മാഷാ അല്ലാഹ് എന്ന സ്റ്റിക്കർ ഇന്നോവയിൽ തുന്നിപ്പിടിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അത് എടുത്തു പ്രചരിപ്പിച്ചുകൊണ്ടാണ് കൈരളി ചാനൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ കേരളത്തിലാണ്. അത് കേരളം മറന്നിട്ടില്ല. തലശ്ശേരിയിൽ ഫസൽ എന്ന ചെറുപ്പക്കാരനെ പെരുന്നാളിൻ്റെ തലേ ദിവസം വധിച്ചിട്ട്, നോമ്പിൻ്റെ അവസാനത്തെ നാളിൽ വധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ചോര പുരണ്ട തൂവാല RSSന്റെ ആസ്ഥാനത്തേക്ക് ഇട്ടവർ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളാണ് എന്നുള്ളത് കേരളത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇങ്ങനെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ശ്രമം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പല പതിറ്റാണ്ടുകളായിട്ടുണ്ട്. EK നയനാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം മലപ്പുറത്തെ വിശേഷിപ്പിച്ചിരുന്നത് കുട്ടി പാകിസ്ഥാൻ എന്ന. വലിയ വിവാദങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പച്ച ബോർഡുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് ഇസ്ലാമിക വർഗീയതയുടെ വലിയ അടയാളമായി അവതരിപ്പിച്ചത് അന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് പിണറായി വിജയനാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാം. അതുപോലെ ലവ് ജിഹാദ് എന്ന് പറയുന്നത് സംഘപരിവാർ ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യമായി
ഔദ്യോഗിക തലത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ഭരണഘടനാപരമായ ഉയർന്ന പദവി വഹിക്കുന്ന ഒരാൾ ഉന്നയിച്ചത് VS അച്യുതാനന്ദനാണ്. പിന്നീടത് സംഘപരിവാറും ഇന്നും ഉപയോഗപ്പെടുത്തുകയും നിയമനിർമ്മാണം ഉണ്ടാക്കുകയും ആ ന്യൂനപക്ഷ വംശഹത്യയ്ക്ക് വേണ്ടി അത് ഇന്ധനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വലിയൊരു സത്യവും യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ കാഫർ എന്ന പ്രയോഗം നിസ്സാരമല്ല എന്നുള്ളതാണ്. ഒന്ന്, കാഫർ എന്ന പ്രയോഗത്തിലൂടെ ഷാഫി എന്ന ഒരു രാഷ്ട്രീയക്കാരനെ ചുരുക്കി കാണിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നതിനപ്പുറം സംഘപരിവാറിൻ്റെ അതിവിശാലമായ അജണ്ട CPM-ലൂടെ കേരളത്തിൽ നടപ്പിലാക്കി എന്നുള്ളതാണ്. ഇന്ന് പോലീസിൻ്റെ അന്വേഷണ വണ്ടി DYFIയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി വ്യക്തമായ ഒരു അന്വേഷണം നടന്നാൽ നാളെ അത് CPM-ൻ്റെ മുറ്റത്തും എത്തിച്ചേരും എന്നുള്ളതിൽ ഒരു തർക്കവും തോന്നുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോസ്റ്റർ കാഫർ എന്നുള്ള സ്ക്രീൻഷോട്ട് അത് ആദ്യമായി പ്രചരിപ്പിച്ചത് ഒരു DYFIയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ്. അദ്ദേഹം ഒരു അധ്യാപകനാണ്. ഒരു അധ്യാപകൻ ഈ സമൂഹത്തിൽ പകർന്നു നൽകുന്ന വിഷം എന്ന് പറയുന്നത് അതൊരു വലിയ പോയിസൺ തന്നെയാണ്. റഹീമിന്റെ ഭാഷയിൽ നമ്മൾ കടമെടുത്ത് പറഞ്ഞാൽ, വർഗീയതയുടെ കടും പോയിസനായ ആളുകൾ ഇത്തരം അധ്യാപക മേഖലയിൽ ഉണ്ട് എങ്കിൽ അവരെ യഥാർത്ഥത്തിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടത്. അധ്യാപക മേഖലകളിൽ ഇത്തരം കടുത്ത പോയിസനുകൾ നിലനിൽക്കുകയാണെങ്കിൽ അത് വിദ്യാർത്ഥികളിലേക്ക് ഏതർത്ഥത്തിലാണ് പ്രസരിച്ചിറങ്ങുക എന്നുള്ള അപകടകരമായൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ അധ്യാപകനെ സർവീസിൽ നിന്ന് തന്നെ മാറ്റി നിർത്താൻ സർക്കാർ തയ്യാറാവണം. ഒന്നാം പ്രതി അധ്യാപകനായിരിക്കെ നാലാം പ്രതിയുടെ നാലാമത് ആ സ്ക്രീൻഷോട്ട് എത്തിയ ആളിൻ്റെ മൊബൈൽ പിടിച്ചെടുത്തു എന്നുള്ളൊരു വാർത്തയാണ് വന്നത്. അതിലുമില്ലേ ചില പാർശ്വവൽക്കരണങ്ങൾ, അതിലുമില്ലേ ചില വിവേചനങ്ങളെന്ന് ഇങ്ങനെ ചിന്തിച്ചു പോയി. ഒന്നാം പ്രതിയുടെ മൊബൈൽ പിടിച്ചെടുത്തിട്ടുണ്ടോ നമുക്കറിയില്ല, രണ്ടാം പ്രതിയുടെ മൊബൈൽ പിടിച്ചെടുത്തിട്ടുണ്ടോ എന്നറിയില്ല, മൂന്നാം പ്രതിയുടെ മൊബൈൽ പിടിച്ചെടുത്തിട്ടുണ്ടോ എന്നറിയില്ല. 1, 2, 3 പ്രതികളുടെ പേരുകൾ സാംസ്കാരിക ധാരയിലെ കോളത്തിൽ വരുന്നതാണ്. എന്നാലോ നാലാം പ്രതിയുടെ പേര് സാംസ്കാരിക കോളത്തിൽ 28ാം കോളത്തിൽ വരുന്ന പേരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മൊബൈൽ പിടിച്ചെടുത്തു എന്ന വാർത്ത, അതിലൊരു വിവേചനം ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ, ഒരു കമ്മ്യൂണിസ്റ്റുകാർ എന്ന നിലയിലൊക്കെ ഉണ്ടാവണ്ടേ? അവരെയും 28ാം കോളത്തിലേക്കൊക്കെ ഉൾപ്പെടുത്തണോ? ചാർവാകന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടെങ്കിലും അവർക്ക് കൂടി 1ാം നിര അനുവദിച്ച് നൽകുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്പം സൗമനസ്യം ഉണ്ടായിക്കൂടെ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ചോദിക്കാൻ ഉദ്ദേശിക്കുക. സംഘപരിവാർ നടത്തുന്ന മുസ്ലിം വംശഹത്യക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിലെ അവസാനത്തെ കൺക്ലൂഷൻ. ഇന്ത്യയിൽ RSS നടപ്പാക്കുന്ന വംശഹത്യയെ നിശബ്ദ സംഘാടനത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പരിപോഷിപ്പിക്കുകയാണ് എന്നുള്ളത് അപകടകരമായ ഒരു കാര്യമാണ്. വിശ്വസിച്ച് ചതിക്കരുത് കേട്ടോ. എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരോട് പറയാനുള്ളൂ, സംഘപരിവാർ നടത്തുന്ന മുസ്ലിം വംശഹത്യക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എണ്ണ ഒഴിക്കുക. അതാണ് ഇതിൽ ചുരുക്കി പറയാനുള്ളത്. നിങ്ങളെ വിശ്വസിച്ച് കുറേ ആളുകൾ സംരക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞാണല്ലോ കൂടെ കൂടിയിട്ടുള്ളത്. അവരെയെങ്കിലും ഇങ്ങനെ ചതിക്കാതിരുന്നൂടെ? RSS നടത്തുന്ന വംശഹത്യക്ക് നിശബ്ദ സംഘാടനമൊരുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ നയം നിങ്ങളൊന്ന് തിരുത്തണം. ഒന്നുകിൽ നിങ്ങൾ പ്രഖ്യാപിക്കാനുള്ളത് ഞങ്ങൾ സംഘപരിവാറാണ്, അല്ല എങ്കിൽ ഞങ്ങൾ മതേതരരാണ് എന്നുള്ളതാണ്. തീർച്ചയായും അത് കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഇവരുടെ മേൽ പല നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ നിങ്ങളൊന്ന് പറയണം.